all of you. Good morning. Let me start in English or Malayalam? Malayalam. Okay, stop it. Again. First of all, I gratefully express my gratitude towards LCC Computer Center and its directors, Mr. Rafiq and Jazim Samad and Rashid and Shajir, and my dear friends also, and all the staffs and the parents of this program. Anyway, കാണാമോ പറകിൽ നിൽക്കുന്നവർക്കെല്ലാം കാണാൻ മാത്രമില്ല നല്ല കാണാം കേട്ടോ. തിരിച്ചു വരാം. SSLC പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ കൈവക്കി. Just hands up. Thank you. Down it. Higher secondary examination. I mean plus 2 VHSC examinations അല്ല. താതിര. Okay. പരീക്ഷ എഴുതാൻ പോകണോ? ആണ്. മാർച്ച് എത്രയാണ് എക്സാമിനേഷൻ? മാർച്ച് 5-നോ 12-ന് SSLC plus 2 മാത്രം കേട്ടോ. കേട്ടിരിക്കുക. പരീക്ഷ എഴുതാൻ പോവാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു സന്തോഷത്തിലാണ്, ആ ഒരു ഹാപ്പിനെസ്സിലാണ്. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഹാപ്പിനെസ് വേണം. വേണ്ടേ? ചെറിയ രീതിയിൽ സമ്മർദ്ദം വേണം. സമ്മർദ്ദമില്ലെങ്കിൽ ഒന്നും മുന്നോട്ട് പോവില്ല. വേദി പ്രസംഗിച്ചിട്ട് എല്ലാവർക്കും ഒരല്പം സമ്മർദ്ദമുണ്ട്. ഇവിടെ നിൽക്കുന്ന എനിക്കും ഒരല്പം സമ്മർദ്ദമുണ്ട്. കാരണം ഒരല്പം സമ്മർദ്ദം ഇല്ലെങ്കിൽ പ്രസംഗവും കലയും എന്തില്ല, നന്നാവില്ല. അതുകൊണ്ടാണ് പണ്ട് മലയാളത്തിലെ ആളുകൾ എഴുതി ചേർത്ത് സഭാകമ്പം. എന്താണ് സഭാകമ്പം എന്ന് പറഞ്ഞാൽ? ശരിക്കും സഭയോടുള്ള കമ്പമല്ല, സഭയിൽ വന്നിക്കുമ്പോഴുള്ള പേടിയാണ്. സഭാകമ്പം ഉണ്ടെങ്കിലേ കല നന്നാവത്തുള്ളൂ. ഫൈൻ ഓർണോ? അടുത്ത കാലത്ത് നമ്മോട് വിട്ടുപോയൊരു മഹാനായ പ്രതിഭാശാലിയുണ്ട്. കേരളത്തിലെ എക്കാലത്തും എന്നും സ്മരിക്കപ്പെടുന്ന കേരളത്തിന്റെ ചങ്കൂറ്റത്തോടുള്ള ശബ്ദം ആരായിരുന്നു? സുകുമാർ അഴീക്കോട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഏത് വേദിയിൽ പോയാലും ഒരല്പനേരം എനിക്കെന്തുണ്ടാവും, ഒരല്പം സംഘർഷം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും. ആരാ പറയുന്നത്? കേരളത്തിലെ ആയിരക്കണക്കിന് വേദികൾ കേരളത്തിനും പുറത്തും വേദി പങ്കിട്ട മഹാനായ പ്രസംഗം പറയാണ്, എവിടെ പോയാലും ഒരല്പനേരത്തേക്ക് എനിക്ക് സംഘർഷം ഉണ്ടാവുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥിക്ക് സംഘർഷം നല്ലതാണ്, സംഘർഷം വേണം. ജീവിതത്തിൽ ഏത് ടെസ്റ്റിലേക്ക് പോകുമ്പോഴും ഒരല്പം സംഘർഷം ഉണ്ടാവും. കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയ ഒരു പ്രോസസ്സാണ്. ആണോ? ആണ്. കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ടാവും ഒരല്പം സംഘർഷം. ഓക്കെ, കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ടാവും ഒരല്പം സംഘർഷം. പുള്ളി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പുള്ളിക്ക് ഉണ്ട് അല്പം സംഘർഷം. അത് കഴിയുന്നവരെ സംഘർഷം ബാക്കിയാണ്. അതുകൊണ്ട് സംഘർഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ വശം പിന്നീട് ചർച്ച ചെയ്യാം. എനിവേ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാം. റെഡിയാണോ? കഥ ഇഷ്ടമാണോ? ഹലോ 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 എന്ന് പറഞ്ഞാൽ ഹായ് എന്ന് പറയും. ഹായ് എന്ന് പറഞ്ഞാൽ ഹലോ എന്ന് പറയും. പറഞ്ഞേ ഹലോ, ഹായ്. ഹലോ ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്, ഐ ആം അലോൺ. ഞാൻ ഒന്നേ ഉള്ളൂ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്. തിരിച്ചു വരാൻ മാറ്ററിലേക്ക്. പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു ചെറിയ കഥയിൽ നിന്ന് മോട്ടിവേഷൻ ക്ലാസ്, എക്സാം, ഹൗ ടു റൈറ്റ് എക്സാം ആൻഡ് വെൻ ടു റൈറ്റ് എക്സാം, വാട്ട് ടു റൈറ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് അതിനൊക്കെ ആവശ്യമുണ്ടോ? വേണോ? വേണ്ട? വേണം. സ്റ്റോപ്പ്. ഓക്കെ, എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ചുറുചുറുക്കുള്ള കമന്റ് പറയുന്ന പിള്ളേരൊക്കെ. പക്ഷെ കമന്റ് പറയുന്നവർ എന്ത് ചെയ്യാന്നറിയോ? ആ കമന്റ് പറയുമ്പോൾ ഊർജത്തോടെ, ചങ്കൂറ്റത്തോടെ ഞാനാണ് ആ കമന്റ് പറഞ്ഞതെന്ന് തെളിയിക്കണം. അല്ലാതെ കമന്റ് പറഞ്ഞത് എന്ത് ചെയ്യരുത്, തല താഴ്ത്തി ഇരിക്കരുത്. അത് ആണത്രമല്ല. അതിനെന്താ പറയാ? അപ്പൊ അതുകൊണ്ട് നല്ല ആൺകുട്ടികളാവണം, നല്ല പെൺകുട്ടികളാവണം. ഫൈൻ. യെസ്. ആ തൊപ്പി വെച്ച സുഹൃത്തിന്റെ പേരെന്താ? യാസിർ. യു ആർ വെരി ഹാൻഡ്സം. ഓക്കെ, ക്ലാപ്പ് കൊടുത്ത്. ഓക്കെ, തിരിച്ചു വരാം മാറ്ററിലേക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കഥ പറഞ്ഞു തുടങ്ങാം. റെഡിയാണോ? ഒരുപാട് കേട്ട് പഴങ്ങിയ ഒരു കഥയെ പറയാൻ പോകുന്നു. റെഡിയാണോ? യെസ്. അവിടെ കേട്ട് നോക്ക്, കേട്ടതാണോ കേൾക്കാത്തതാണോ എന്നറിയാലോ. യെസ് ഓർണോ? യെസ്. ഓക്കെ, തിരിച്ചു വരാം. ഒരുപാട് കേട്ട് പഴകിയ കഥ. ഒരു ഉത്സവ പറമ്പിലാണ് കഥ നടക്കുന്നത്. എവിടെ നിന്ന്? ഒരു ഉത്സവ പറമ്പില് ഒരുപാട് കളിപ്പാട്ടങ്ങളെല്ലാം വിൽക്കുന്ന കച്ചവടക്കാർക്കിടയിൽ ഒരു ബലൂൺ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ. എന്തുണ്ട്? ആ ബലൂൺ വെക്കുന്ന ഒരു കച്ചവടക്കാരനുണ്ട്. ആ ബലൂൺ വെക്കുന്ന കച്ചവടക്കാരൻ്റെ അടുത്ത് ഒരുപാട് ബലൂൺസ് ഉണ്ട്. പക്ഷെ എല്ലാ ബലൂണിനും ഒരു നിറമാണ്. എല്ലാ ബലൂണും ഓറഞ്ച് കളറാണ്. അപ്പൊ ഒരു കുട്ടി ഒന്ന് ചോദിച്ചു, ഈ ബലൂണിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു. കച്ചവടക്കാരൻ പറഞ്ഞു, ഈ ബലൂണിന്റെ പ്രത്യേകത, ഈ ബലൂണ് ഈ കയറന്ന് പൊട്ടിച്ചു കളഞ്ഞാൽ അത് ആകാശത്തേക്ക് പാറിപ്പോകും. കാരണം ആ ബലൂൺ എന്ത് ബലൂണാ? നൈട്രജൻ. അപ്പൊ കുട്ടി ചോദിച്ചു, ചേട്ടാ, ഈ ആകാശത്തേക്ക് പറന്നു പോകുന്ന ഈ ഓറഞ്ച് ബലൂൺ ഉണ്ടല്ലോ, ഈ ഓറഞ്ച് കളർ മാറ്റി വല്ല ബ്ലാക്കോ വൈറ്റോ റെഡോ ബ്ലൂവോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആകാശത്തേക്ക് പോയില്ലേന്ന് ചോദിച്ചു. ഈ ബലൂൺ എല്ലാം ഓറഞ്ചാണ്. ഈ ഓറഞ്ച് കളർ കൊണ്ടാണോ ഇത് ആകാശത്തേക്ക് പോകുന്നത്? ഈ ഓറഞ്ചിന് പകരം ഇത് വൈറ്റോ ബ്ലൂവോ റെഡോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്കൈയിലേക്ക് പോവില്ലെന്ന് ചോദിച്ചു.
ഉടനെ കച്ചവടക്കാരൻ പറഞ്ഞു, കുട്ടി അതിന്റെ കളറോ ഷേപ്പോ ഭംഗിയോ ഒന്നുമല്ല അതിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്, മറിച്ച് ആ ബലൂണിൽ എന്താണോ നിറക്കുന്നത് അതാണ് അതിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് ഒരുപാട് ഉയരങ്ങൾ എത്തണം, ആകാശത്തോളം വളരണം, ലക്ഷ്യങ്ങളിലേക്ക് എത്തണം, ജോലി നേടണം, സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ അലങ്കരിക്കണം. ഈ അലങ്കരിക്കണമെങ്കിൽ നമ്മുടെ വസ്ത്രമോ മുഖത്തിന്റെ ഷേപ്പോ കളറോ ബോഡി ഷേപ്പോ ബോഡി ലാംഗ്വേജ് ഒന്നുമല്ല, മറിച്ച് നമുക്കുള്ളിൽ എന്താണോ നിറക്കുന്നത്, അറിവെന്ന് പറയുന്ന ഉയരങ്ങളിലേക്ക് എത്തുന്ന വാതകം നമ്മൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആകാശ സീമകളിലേക്ക് പറന്നുയരും. മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഫ്രണ്ട്സ്. ടീച്ച് ചെയ്യുന്ന ആളെന്താ പറയാ? ഉറക്കെ പറഞ്ഞു. ടീച്ച് ചെയ്യുന്ന ആളെന്ത് പറയും? സൂപ്പർവൈസ് ചെയ്യുന്ന ആളെന്ത് പറയും? ഓർഗനൈസ് ചെയ്യുന്ന ആളെന്ത് പറയും? കൺട്രോൾ ചെയ്യുന്ന ആളെന്ത് പറയും? ഡ്രൈവ് ചെയ്യുന്ന ആളെന്ത് പറയും? സ്പീഡ് പോലെ. ടീച്ച് ചെയ്യുന്ന ആളെന്ത് പറയും? സൂപ്പർവൈസ് ചെയ്യുന്ന ആളെന്ത് പറയും? ഓർഗനൈസ് ചെയ്യുന്ന ആളെന്ത് പറയും? കൺട്രോൾ ചെയ്യുന്ന ആളെന്ന് പറയും? ഡ്രൈവ് ചെയ്യുന്ന ആളെന്ന് പറയും? കുക്ക് ചെയ്യുന്ന ആളെന്ന് പറയും? കുക്കറാവും. ഇതിനു മുമ്പ് ട്രെയിനിങ് ക്ലാസ്സുകൾ ഇരുന്നൊരു കൈവക്കുക, ട്രെയിനിങ് ക്ലാസ്സസിലൊക്കെ ഇരുന്നൊരു കൈവക്കുക, ഏതെങ്കിലും മോട്ടിവേഷൻ ട്രെയിനിങ്ങിലോ ഒക്കെ ഇരുന്നവരെ കൈവക്കുക. ഓക്കെ, ഡൗൺ ഇറ്റ്. ഇതിനു മുമ്പ് എന്റെ ക്ലാസ്സിൽ ഇരുന്നൊരു കൈവക്കുക, അതൊന്നും അറിയണല്ലോ. ഫൈൻ, ഡൗൺ ഇറ്റ്. ഓക്കെ, എനിവേ തിരിച്ചു വരാം. കം ടു മാറ്റർ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഹാപ്പി ആയിരിക്കുക. ആ ചൂടിനെ കുറിച്ച് മറക്കുക, ചുറ്റുപാടിനെ കുറിച്ച് മറക്കുക. തിയേറ്ററിൽ പോയിരുന്ന നമ്മളാരും വീശാറില്ല, ഗാനമേളക്ക് പോയിരുന്ന നമ്മളാരും വീശാറില്ല. കാരണം നമ്മളൊന്ന് മറന്നു കളയും. മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ് ചുറ്റുപാടുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ശേഷി. ഓൾറൈറ്റ്? യെസ്. തിരിച്ചു വരാം. നമുക്ക് അതിൽ തിരിച്ചു പോവാം. ബലൂണിൽ നടക്കുന്ന വാതകമാണ് ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങളെയും എന്നെയും ചുറ്റുപാടിനെയൊക്കെ ഉയർത്തുന്ന എന്താണ്? നമ്മൾ എന്താണോ നമുക്ക് കൊടുക്കുന്ന മെസ്സേജ്, നമ്മൾ എന്താണോ നമ്മുടെ ബ്രെയിനിൽ ഫില്ല് ചെയ്യുന്നത്, ആ മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താക്കി മാറ്റും? ഉയരങ്ങളിലേക്ക് എത്തിക്കും. SSLC പരീക്ഷ എന്തിനാ എഴുതുന്നത്? എന്തിനാ +2 പരീക്ഷ എഴുതുന്നത്? SSLC പരീക്ഷ എന്തിനാ പരീക്ഷ ഇല്ലാതെ എഴുതുന്നത്? എന്തിനാണ്? അപ്പം നിങ്ങൾ മെക്കോ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് എത്തി, പരീക്ഷ എഴുതിയിട്ട് നല്ല ഹൈറ്റ് ആണ്. ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് ആണ്. നിങ്ങൾ ഈ മെക്കോ ബിൽഡിങ്ങിലേക്ക് എത്തിയത് പരീക്ഷ എഴുതിയിട്ടാണോ? അല്ല, മറിച്ച് സ്റ്റെപ്പ് കയറിയാണ്. എന്താണ് പടി കയറിയാണ് നിങ്ങൾ മേലെ എത്തിയത്. പടി കയറി തന്നെയാണ് മേലെ എത്തുന്നതും. ഓക്കെ, പടി കയറണം. ജീവിതത്തിന്റെ പടികൾ, ജീവിതത്തിന്റെ പരീക്ഷയും പഠനവും എല്ലാം ആ പടവുകളാണ്. ആ പടവുകൾ എന്ത് ചെയ്യുക? വളരെ ആവേശത്തോടു കൂടെ തന്നെ കയറിപ്പെടണം. അതിനെന്ത് വേണം? എന്നോട് പറഞ്ഞ നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കണം. കുട്ടിക്ക് നല്ലൊരു മോട്ടിവേഷൻ വേണം, എക്സാം എഴുതാനുള്ള നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞു. ഈ മോട്ടിവേഷൻ വേണമെങ്കിൽ മോട്ടിവേഷൻ സ്റ്റോൺ ആണ്. രണ്ട് സ്റ്റോണുകൾ തമ്മിൽ ഉറതി കഴിഞ്ഞാൽ എന്തുണ്ടാവും? പൊടിയാ. എന്തുണ്ടാവും? തീ ഉണ്ടാവും. രണ്ട് കല്ലുകൾ തമ്മിൽ ഉരസി കഴിഞ്ഞാൽ തീ ഉണ്ടാവും. ശരിയല്ലേ? ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുൻഗാമികൾ തെളിയിച്ചാണ് രണ്ട് കല്ലുകൾ തമ്മിൽ ഉരതി കഴിഞ്ഞാൽ തീ ഉണ്ടാവുമെന്ന്. അപ്പൊ മോട്ടിവേഷൻ ഒരു കല്ലാണ്. ഈ മോട്ടിവേഷനിൽ നിന്ന് നമുക്ക് തീ ഉണ്ടാകണം. ആ തീയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കൽ ഒരു 3-4 പക്ഷികൾ ഇങ്ങനെ പറന്നു പോവാണ്. നല്ല രസമുള്ള പ്രാവുകൾ പറന്നു പോവാണ്. ഈ പ്രാവുകൾ ഇങ്ങനെ പറന്നു പോകുമ്പോഴേ ഒരുപാട് കൂട്ടം പ്രാവുകളുണ്ട്. അതിൽ ചെറിയൊരു കുട്ടി എന്ന് പറയാം അല്ലെ, ചെറിയൊരു പ്രാവിന്റെ കുട്ടിയുണ്ട്. പറക്കാൻ പഠിക്കുന്നേ ഉള്ളൂ. അമ്മയുടെ കൂടെ പറക്കുകയാണ്. അമ്മയുടെ കൂടെ പറക്കുമ്പോൾ ഈ കുട്ടി പെട്ടെന്ന് ആകാശത്തിൽ എന്ത് ചെയ്തു? ഒരു റോക്കറ്റ് കണ്ടു. എന്തുണ്ടു? റോക്കറ്റ് കണ്ടു. പെട്ടെന്ന് പക്ഷി റോക്കറ്റ് കണ്ടപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ കിളിയോട് ചോദിച്ചു, അമ്മേ നോക്കൂ ആ സാധനം എന്താന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, അത് മനുഷ്യനുണ്ടാക്കിയൊരു യന്ത്രമാണ്, അതിന്റെ പേര് റോക്കറ്റ് എന്നാണ്. പുള്ളി ആകാശത്തേക്ക് പോവാണ്, നല്ല വേഗതയിൽ പോവാണ്, നല്ല ഉയരത്തിൽ പോവാണ്. പക്ഷി ചോദിച്ചു, അമ്മേ നമ്മൾക്കൊന്നും ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അമ്മയെന്ന് ചോദിച്ചു. ആരാ ചോദിക്കുന്നത്? ആ കിളിക്കുട്ടി ചോദിക്കുകയാണ് അമ്മയോട്, അമ്മേ നമുക്ക് ഒരിക്കലും എത്ര വേഗത്തിൽ ചിറകിട്ടടിച്ചു കഴിഞ്ഞാലും നമുക്ക് അത്ര വേഗത്തിൽ പറക്കാൻ കഴിയില്ലല്ലോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോനെ അല്ലെങ്കിൽ മോളെ തീർച്ചയായിട്ടും പറക്കാൻ കഴിയും. കാരണം ആ റോക്കറ്റ് അത്രയും വേഗത്തിൽ അത്രയും ഉയരത്തിൽ പറക്കണമെങ്കിൽ ആ റോക്കറ്റിന്റെ പിറകിൽ തീ പിടിച്ചിട്ടുണ്ട്. റോക്കറ്റിന്റെ പിറകിൽ തീ പിടിച്ചുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ പറക്കുന്നത്. അതുകൊണ്ട് നിനക്കും എനിക്കും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള, പഠനത്തെ കുറിച്ചുള്ള, മുന്നേറ്റത്തെ കുറിച്ചുള്ള, ഉയരത്തെ കുറിച്ചുള്ള തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലും വേഗത്തിൽ പറക്കും. നമുക്ക് തീ പിടിക്കണം. തീ ഉണ്ടാവണമെങ്കിൽ മോട്ടിവേഷനും വേറൊരു സാധനം കൂടെ ഉരസി കഴിഞ്ഞാൽ മാത്രമേ തീ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്ന് എന്റെ കയ്യിലുണ്ട് മോട്ടിവേഷൻ, വേറെ ഒന്ന് നിങ്ങളുടെ അടുത്ത് വേണം. ഒരു കല്ല് എന്റെ കയ്യിലുണ്ട്, ഒരു കല്ല് നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം. ഈ രണ്ട് കല്ലുകളും തമ്മിൽ ഉരസുമ്പോഴേ അഗ്നി ഉണ്ടാവുള്ളൂ. അഗ്നി ഉണ്ടാവുമ്പോഴേ റോക്കറ്റ് പറക്കുന്ന പോലെ ഉയരങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉയരങ്ങളിലേക്ക് പറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പറക്കണമെങ്കിൽ നമുക്ക് അഗ്നി ഉണ്ടാവണം. എന്താണ് അഗ്നി?
നമുക്ക് തോന്നണം രക്ഷപ്പെടണമെന്ന്, നമുക്ക് തോന്നണം ഇങ്ങനെ പോയാൽ പോരാന്ന്, നമുക്ക് തോന്നണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന്. കാരണം ലോകത്തില് വിദ്യയുടെ മുമ്പിൽ, അറിവിന്റെ മുമ്പിൽ മാത്രമേ ലോകം നമിച്ചിട്ടുള്ളൂ, ലോകം നമസ്കരിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കറിയോ, റഷ്യ ഭരിച്ചിരുന്നൊരു ചങ്കൂറ്റമുള്ള, ആഢ്യത്വമുള്ള, ആർക്കു മുമ്പിലും തോൽക്കാത്തൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു റഷ്യയിൽ. പേരെന്താ അറിയാം? റഷ്യയിൽ കേട്ടിട്ടുണ്ടോ? സ്റ്റാലിൻ കേട്ടിട്ടുണ്ടോ? സ്റ്റാലിൻ കേട്ടിട്ടുണ്ടോ? സ്റ്റാലിൻ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഭയങ്കര ചങ്കൂറ്റമുള്ള ആളായിരുന്നു പുള്ളി. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ കാണാൻ വരുന്ന അംബാസഡർമാരെ ഒന്നും കാണാൻ അടുപ്പിക്കില്ലായിരുന്നു. തന്നെ കാണാൻ വരുന്ന അംബാസഡർമാർക്കൊന്നും ഒരു വാല്യൂ കൊടുക്കില്ലായിരുന്നു. അത് ഇന്ത്യയിൽ നിന്ന് വന്നാലും വേണ്ടില്ല, പാകിസ്ഥാനിൽ നിന്നാലും വേണ്ടി, അമേരിക്കയിൽ നിന്നാലും വേണ്ടില്ല. അയാൾ അംബാസഡർമാരെ കാണുന്ന എപ്പോഴാന്ന് പറയുന്നത്, നിങ്ങൾക്ക് രാത്രി നട്ടപ്പാതിര 12 മണിക്കെല്ലാം. വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ സഹോദരി റഷ്യയിലെ അംബാസഡർ ആയിരുന്നു. അവർ സ്റ്റാലിനെ കാണാൻ പലതവണ ശ്രമിച്ചു, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പണ്ഡിറ്റ് മാറി, പകരം പുതിയൊരാൾ അപ്പോയിന്റ് ചെയ്തു. റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ ആയിട്ട് പുതിയൊരു വ്യക്തി അപ്പോയിന്റ് ചെയ്തപ്പോൾ അത് സ്റ്റാലിൻ അറിഞ്ഞ ഉടനെ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു, ഇന്ത്യയുടെ അംബാസഡറായ ആ മഹാനെ എനിക്ക് കാണണം, അദ്ദേഹത്തിന് ഒന്നുകിൽ ഞാൻ അങ്ങോട്ട് വരാം, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വരട്ടെ. എല്ലാ പണി ഒഴിവാക്കി ഈ പറയുന്ന തന്റേടിയായ സ്റ്റാലിൻ തന്റെ ഓഫീസിൽ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ഇത്രയും തന്റേടിയായ, പരുക്കനായ, പരുഷനായ സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയുടെ പുതിയ അംബാസഡറെ കാത്തന്റെ ഓഫീസിലിരിക്കുകയാണ്, എല്ലാ പണിയും മാറ്റിയിട്ട്. കാരണം നമ്മുടെ ഇന്ത്യയുടെ അംബാസഡർ ഓഫീസിലേക്ക് കയറി വരികയാണ്. അങ്ങനെ കയറി വരുമ്പോൾ സ്റ്റാലിൻ തന്റെ ചെയർ എണീറ്റു. ഒരു രാജ്യം മൊത്തം ഭരിക്കുന്ന ഭരണാധികാരി ഇന്ത്യയുടെ ഒരു അംബാസഡർ മുമ്പിൽ ചെയർ എണീറ്റ് പറഞ്ഞത്, സർ വെൽക്കം, പ്രൊഫസർ വെൽക്കം എന്ന് പറഞ്ഞു. അതാണ് തന്റെ ചെയറിൽ അദ്ദേഹത്തെ ഇരുത്തി അദ്ദേഹം നിന്നു. ഉടനെ പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോഴാണ് സ്റ്റാലിൻ ഇരുന്നിട്ട് സ്റ്റാലിൻ സംസാരിച്ചു. ആ വ്യക്തി ആരാന്ന് പറഞ്ഞു നിങ്ങൾക്ക്? ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ യെസ്. അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റൊക്കെ മാറി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ്. ആ എസിന്റെ ഫുൾ ഫോം എന്താ? എസിന്റെ ഫുൾ ഫോം പറയുന്നവർക്ക് ഇപ്പോ ഒരു പ്രൈസ് ഉണ്ട്. ഡോക്ടർ എസ് രാധാ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചിന്തകന്മാരിൽ ഒരാളായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എസിന്റെ എക്സ്പാൻഷൻ പറയുന്ന കുട്ടിക്ക് ഇപ്പൊ ഒരു ഗിഫ്റ്റ് കൊടുക്കും. റൈറ്റ് നൗ കൈബുക്ക് റൈറ്റ് നൗ കൈബുക്ക് വരും. സറോ സോറി, റോങ് ആൻസർ. ഗുഡ്, ക്ലാപ്പ് കൊടുക്കൂ. ആൻസർ തെറ്റിയാലും ക്ലാപ്പ് ഉണ്ട്. കാരണം ആൻസർ പറയാനുള്ള ചങ്കൂറ്റത്തിനാണ് ക്ലാപ്പ് കേട്ടോ. ആൻസർ തെറ്റിയാലും ക്ലാപ്പ് ഉണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, എസിന്റെ ഫുൾ ഫോം അറിയുന്ന കൈബുക്ക് കമോൺ ഗെറ്റ് റെഡി. എസിന്റെ, കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചിന്തകന്മാരിൽ ഒരാളായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ എസിന്റെ എക്സ്പാൻഷൻ ചോദിക്കുന്നത്. ആർക്കും പറയാം. ശ്രീ കയ്യെന്ന് ക്ലാപ്പ് കൊടുത്ത് പേര് പറ. സഫ്വാനെ. ആൻസർ റോങ് ആണെങ്കിലും ഇതിന്റെ ചങ്കുടത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. അടുത്ത ആള് ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രൈസ് കിട്ടും. വരൂ, കമോൺ ഗെറ്റ് റെഡി. അവിടെ കൈവക്കിട്ട് ആരോ? യെസ്, പറയൂ. കമോൺ വരൂ. കാരണം വിദ്യാർത്ഥികൾ മുന്നിലേക്ക് കടന്നു പോകുമ്പോഴേ വിദ്യ അർത്ഥിക്കുന്നുള്ളൂ. എന്താണ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ? എന്താണ് വിദ്യയെ അർത്ഥിക്കുന്നതാണ് വിദ്യാർത്ഥി പുറകിൽ നിൽക്കരുത്, വിദ്യാർത്ഥി മുന്നോട്ട് വരണം. കമോൺ, മോളുടെ പേര് പറയൂ. ഫൈസ. വീട് എവിടെയാണ്? തിരൂര്. ഒന്ന് ക്ലാപ്പ് കൊടുത്ത്. വളരെ നല്ല നാടാണ് തിരൂര്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടാണ് തിരൂര് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടാണ് തിരൂര്. ഭയങ്കര നല്ല നാടാണ്, ഭാഷാ പിതാവിന്റെ നാടാണ്, ഒരുപാട് ചിന്തയുള്ള നാടാണ്, ഒരുപാട് നല്ല വ്യക്തിയുള്ള നാടാണ്, എന്റെയും നാടാണ്. ഫൈൻ, ഓക്കെ. അപ്പൊ തിരൂര് എവിടെയാ? താഴെപ്പാലത്ത് എവിടെയാ? സ്റ്റേഡിയത്തിന്റെ അവിടെ എവിടെയാ? ഓക്കെ, MES അടുത്താണോ? യെസ്, ഓക്കെ. ഫൈസ, നിന്നോട് ചോദിച്ചത് നിന്റെ വീട് അറിയാൻ വേണ്ടിയിട്ടല്ല, ഇത്രയും ആളുകൾക്ക് മുമ്പിൽ, ഈ ക്യാമറക്ക് മുമ്പിൽ ഫൈസയോട് സംവദിക്കാൻ ഞാൻ. ഫൈസയുടെ ഒലിച്ചു പോവേണ്ടതെല്ലാം ഒലിച്ചു പോകണം. ഭയം, ചമ്മൽ തുടങ്ങിയ ഇത്യാദി എല്ലാം പോയി കിട്ടണം. ഫൈൻ. ഫൈസ, യെസ്. എത്ര പഠിക്കുന്നു? +1 പഠിക്കുന്നു. ഓക്കെ, ഫൈസ ഉത്തരം ഒന്ന് പറഞ്ഞേ. സർവേ പള്ളി ശ്രീ സർവേപ്പള്ളിയാണ് കേട്ടോ. സർവേപ്പള്ളി. ഓക്കെ, യെസ്. ഡോക്ടർ എസ് രാധാ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ക്ലാപ്പ് കൊടുത്തേ. ഗിഫ്റ്റ്. കമോൺ ഗെറ്റ് റെഡി. ഞാൻ ഈ ഗിഫ്റ്റ് നമ്മുടെ LCCയുടെ ഏറ്റവും ചുറുചുറുക്കുള്ള ട്രെയിനറായിട്ടുള്ള ലത്തീഫ് സാറെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. ക്ലാപ്പ് കൊടുക്കുക. താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, അറിവിന്റെ മുമ്പിൽ മാത്രമേ ലോകം നമിച്ചിട്ടുള്ളൂ, ഇനി നമിക്കുകയുള്ളൂ. ഫൈൻ.
യെസ് ഓർ നോ? അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ജോലിക്ക് വേണ്ടി മാത്രമല്ല. നമ്മളെ നമ്മളെ എന്തിനാണ് നമ്മളെ പരിവർത്തനം ചെയ്യാനാണ്. അതുകൊണ്ട് ആ പഠന പ്രക്രിയയുടെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ, ടേണിംഗ് പോയിന്റ് ആണ് SSLCയും +2 ഡിഗ്രി എല്ലാം. ഇപ്പൊ നാട്ടിൽ ഒരുപാട് യുവാക്കളുണ്ട്, നാട്ടിൽ ഒരുപാട് യുവതികളുണ്ട്, ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, ആൻഡ് എല്ലാ ക്വാളിഫിക്കേഷൻ ഒരുപാടൊക്കെ ഉണ്ട്. ഇവിടെ എന്ത് പറയാം, ഇവരുടെ എന്തില്ല, ജോലിയില്ല. കാരണം എന്താണെന്നറിയോ? ഇവർക്ക് അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. എന്തില്ല, ക്വാളിറ്റി. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിച്ച ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ പറഞ്ഞത്, ഇന്ത്യയിൽ 2 തരം ആളുകളുണ്ട്. ഒന്ന്, ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇവിടെ എന്തില്ല, ക്വാളിറ്റി ഇല്ല. രണ്ടാമത്തെ ആളെന്നുണ്ട്, ഒരുപാട് ക്വാളിറ്റി ഉണ്ട്, ക്വാളിഫിക്കേഷൻ MBA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA എല്ലാം എടുത്തിട്ട് 20,000-നും 25,000-ത്തിനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് യുവാക്കൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ ഒരു MBA ഇല്ലാതെ തന്നെ ദിവസക്കണക്കിന് കോടികൾ ബിസിനസ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുപാട് ക്വാളിറ്റി ഉള്ള ആളുകളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ 2 തരം ആളുകളുള്ളത്. ഒന്ന്, ക്വാളിഫിക്കേഷൻ ഉണ്ട് ബട്ട് ക്വാളിറ്റി ഇല്ല, ക്വാളിറ്റി ഉണ്ട് ക്വാളിഫിക്കേഷൻ ഇല്ല. നമുക്ക് രണ്ടും വേണം. നമുക്ക് എന്ത് വേണം? ഹലോ, ആർ യു ഫൈൻ? യെസ് ഓർ നോ? യെസ്. ഞാൻ പറയുന്ന പോലെ ചെയ്യോ? റെഡിയാണോ? യെസ് ഓർ നോ? യെസ്. പറയുന്ന പോലെ ചെയ്യണം. എന്താണ്? പറയുന്ന പോലെ ചെയ്യണം. ഇംഗ്ലീഷിൽ പറയാം കേട്ടോ, മലയാളത്തിലല്ല പറയാ, ഇംഗ്ലീഷിലാ പറയാ. പറയുന്ന പോലെ ചെയ്യുക. ഓക്കെ, റെഡി? യെസ് ഓർ നോ? യെസ്. Can you stand up? സോറി ഡിയേഴ്സ്, ഇവിടെ തന്നെ നിങ്ങൾ പൊട്ടിപ്പോയി. ഞാൻ ചോദിച്ചത് ക്യാൻ യു സ്റ്റാൻഡ് അപ്പ് എന്നാണ്. അതിന് യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ക്യാൻ യു സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ യെസ് അല്ലെങ്കിൽ നോ. സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ മാത്രം എഴുന്നേറ്റാൽ മതിയല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ക്യാൻ യു സ്റ്റാൻഡ് അപ്പ് എന്നാണ്. ക്യാൻ യു, താങ്കൾക്ക് എഴുന്നേക്കാൻ കഴിയുമോ എന്നാണ്. അതിനൊന്നെങ്കിൽ യെസ് എന്ന് പറയാ, അല്ലെങ്കിൽ നോ എന്ന് പറയാ. റെഡി അല്ലേ? യെസ് ഓർ നോ? യെസ്. ഹലോ, തിരിച്ചു വരാം. എന്ത് ചെയ്യാം? മാറ്ററിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾക്ക് വേണം, പരീക്ഷ എഴുതാൻ പോവാണ്, പരീക്ഷയെ ഫേസ് ചെയ്യാൻ പോവാണ്. പരീക്ഷയെ ഫേസ് ചെയ്യാൻ ഈ ദിവസങ്ങൾ മാത്രമേ എത്ര പേര് എല്ലാ പോർഷനും സിലബസും എല്ലാം ഫിനിഷ് ചെയ്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടെ ഇപ്പൊ പരീക്ഷ വരട്ടെ, ഞാൻ റെഡിയാണ് എന്ന് കരുതി നിൽക്കുന്ന എത്ര പേരുണ്ടല്ലേ? കേൾക്കുക, എല്ലാ പോർഷനും ഫിനിഷ് ചെയ്തു, ഞങ്ങൾ തയ്യാറാണ്, വന്നാൽ മതി, പരീക്ഷ പേപ്പർ കയ്യിൽ കിട്ടിയാൽ മതി, ഞാൻ എഴുതി തകർത്ത് കളയും എന്ന അഭിപ്രായമുള്ളവർ. ഓക്കെ, ഡൗൺ. യെസ്, എക്സ്ക്യൂസ് മീ. ഓക്കെ, എല്ലാവരും അങ്ങനെയുള്ളവരാണോ? അല്ല, ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു ടെൻഷനാണ്, കാരണം ഇനി പഠിച്ച് കഴിയുമെന്ന് അറിയില്ല. ഇനി എങ്ങനെ ഇതൊക്കെ പഠിക്കുക എന്നുള്ള ടോട്ടലി പ്രോബ്ലമാറ്റിക് ആണ്. കാരണം സയൻസ് തലയിൽ കയറുന്നില്ല, എടുത്ത് പെട്ടു, അതുകൊണ്ട് ഇനി പ്രോബ്ലമാറ്റിക് ആണ് എന്നെല്ലാം അഭിപ്രായമാണ്. കൈവക്ക, ധൈര്യമായി കൈവക്ക. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും ദിവസം നിങ്ങൾക്ക് കടന്നുപോയി. ആ ദിവസങ്ങള് ഭൂതകാലത്തിന്റെ ഭാഗമായി മാറി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങള് വർത്തമാനത്തിന്റെ സ്വർണ്ണ ദിനങ്ങളാണ്. അതുകൊണ്ട് ഒന്നോർക്കുക, കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ച് പരിതപിക്കരുത്. വരാൻ പോകുന്ന, നമുക്ക് മുമ്പിലുള്ള, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മൂല്യമുള്ള സ്വർണത്തെക്കാൾ വില പിടിച്ച ഈ ദിവസങ്ങളെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുക. ഒരിക്കലൊരാള് കടപ്പുറത്തുകൂടെ നടന്നു പോവാണ്. കടപ്പുറത്തുകൂടെ നടന്നു പോവാണ്. കടപ്പുറത്ത് നടന്നു പോകുമ്പോൾ കടലിങ്ങനെ തിരയടിക്കുന്നുണ്ട്. എന്തുണ്ട്? ആ തിരയടിക്കുന്നുണ്ട്. ഞാൻ തിരയടിക്കുമ്പോൾ ഇയാൾ ചെയ്യുന്ന പണി എന്താ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കടലിൽ എന്തടിക്കുന്നു? തിരയടിക്കുന്നു. തിരയടിക്കുന്നു. ഞാൻ അല്പം വെള്ളം കുടിക്കട്ടെ? വിത്ത് യുവർ പെർമിഷൻ. യെസ് ഓർ നോ? യെസ്. ഒന്നുകിൽ യെസ് നോ എന്ന് പറ. രണ്ടും പറയുമ്പോ ശരിയല്ലല്ലോ. പറ യെസ് ഓർ നോ. സൗണ്ട് വരുന്നില്ല, ശബ്ദം വരുന്നില്ല. നിങ്ങളുടെ പെർമിഷൻ കിട്ടി ഞാൻ വെള്ളം കുടിച്ചിരുന്നെങ്കിൽ മരിച്ചു പോകും. ഫൈൻ, അപ്പൊ തിരിച്ചു വരാം. അപ്പൊ യെസ് നോ അവിടെ നിൽക്കട്ടെ. കടപ്പുറത്തുകൂടെ നടന്നു പോകുന്ന വ്യക്തി ചെയ്യുന്ന പണി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? കടലിൽ ഓരോ തവണ തിരയടിക്കുമ്പോഴും ഒരുപാട് സ്റ്റാർ ഫിഷ്, എന്താണ് ആ സ്റ്റാർ ഫിഷ്? എന്താ സ്റ്റാർ ഫിഷ്? ആ നക്ഷത്ര മത്സ്യം അല്ലേ? ഓരോ തിരയടിക്കുമ്പോഴും ഒരുപാട് സ്റ്റാർ ഫിഷ് കരയിലേക്ക് വരുന്നുണ്ട്. ഇയാൾ ഈ ഓരോ സ്റ്റാർ ഫിഷിനെയും പെറുക്കിയെടുത്തിട്ട്
കടലിലേക്ക് എറിയണം. അപ്പൊ കടലിലേക്ക് തിരിച്ചെറിയാണ്. ഓരോ നക്ഷത്ര മത്സ്യത്തെയും എടുത്ത് കടലിലേക്ക് തിരിച്ചിങ്ങനെ എറിയാണ്. ഞാൻ എറിയുമ്പോൾ കൂടെയുള്ള ആൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? കാരണം നിങ്ങളിങ്ങനെ കടലിലേക്ക് തിരിച്ചെറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കടലിൽ ഓരോ തിരയടിക്കുമ്പോഴും ആയിരക്കണക്കിന് സ്റ്റാർ ഫിഷുകൾ കടലിൽ നിന്ന് വന്ന് കയറുന്നുണ്ട്. അയാൾ പറഞ്ഞത്, സുഹൃത്തെ, ഓരോ തിരയിലും വരുന്ന സ്റ്റാർ ഫിഷിന്റെ പ്രത്യേകത അല്പം നേരം അത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ചത്തുപോകും. അതുകൊണ്ട് ഞാൻ അതിനെ എടുത്ത് കടലിലേക്ക് ഇടുകയാണ്, അത് ജീവിച്ചു പൊക്കോട്ടെ എന്ന്. ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരുപാട് സ്റ്റാർ ഫിഷ് ഇല്ലേ, അവരൊക്കെ നിങ്ങൾ എടുത്തിടുമെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് കഴിയുന്ന അത്ര ഒരു ജീവനെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ഫൈൻ. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ചടച്ചു പോരുത്. ഇനി പഠിച്ചിട്ട് കാര്യമില്ല, സമയമില്ല, അത് ബോറടിക്കും, എവിടെ എത്തിയില്ല, ഇനി നോക്കണ്ട, ഇനി നോക്കിയത് മതി എന്ന് കരുതണ്ട. ഒരു പോർഷനെങ്കിലും ഒരു പോർഷൻ, ഒരു ചാപ്റ്ററെങ്കിലും ഒരു ചാപ്റ്റർ, ഒരു പ്രോബ്ലം എങ്കിലും ഒരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ക്വസ്റ്റ്യൻ കടന്ന് പോട്ടെ. സമയത്തെ ഉപയോഗപ്പെടുത്തുക. ഈ സമയം, ഈ യുവത നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, തിരിച്ച് ലഭിക്കില്ല. യെസ്. അതുകൊണ്ട് തന്നെ പരീക്ഷ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഉപയോഗിക്കുക. പരീക്ഷ പേടിയെ കുറിച്ച് ഭയപ്പെടണ്ട. നേരത്തെ പറഞ്ഞു, ഒരല്പം പേടി വേണം. പേടിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പരീക്ഷ എഴുതാം? ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ എനിക്ക് അല്പം പേടിയുണ്ട്, ഇപ്പൊ പേടിയൊക്കെ പോയി. ഫൈൻ. നിങ്ങൾ എങ്ങനെയാവും, നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചുള്ളത്, എങ്ങനെ പരീക്ഷ എഴുതാം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സ്റ്റേജും റഫീഖ് സാർ വിളിച്ചു പറഞ്ഞു. ഒരുപാട് പേരുണ്ട്. എന്നെ വന്നു നോക്കിയപ്പോൾ ഒരുപാട് പേരുമുണ്ട്. ഫൈൻ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരീക്ഷ ഭയപ്പെടേണ്ട പ്രോസസ് അല്ല. കാരണം ഇനി നമുക്ക് ഒരുപാട് പരീക്ഷയും ഒരുപാട് പരീക്ഷണങ്ങളും വരാൻ കിടക്കുന്നുണ്ട്. SSLC തുടക്കമാണ്. SSLC കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകുന്ന എൻട്രൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നല്ല നല്ല പരീക്ഷകൾ, അത് കഴിഞ്ഞാൽ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫൈൻ. പറയാൻ കാരണം, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഈ പരീക്ഷയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാം, SSLC പരീക്ഷ ഒട്ടും ബുദ്ധിമുട്ടുള്ളതല്ല. ഹയർ സെക്കൻഡറി പരീക്ഷയും ഒട്ടും ബുദ്ധിമുട്ടുള്ളതല്ല. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷ എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞ പരീക്ഷ എഴുതുന്ന വ്യക്തിയാണ് ഞാൻ. അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങൾ എഴുതുന്ന SSLC പരീക്ഷയോ ഹയർ സെക്കൻഡറി പരീക്ഷയൊന്നും ഒരു പരീക്ഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളിതിനെ എന്ത് ചെയ്യാണ്, ഓവറായിട്ട് അധികമായിട്ട് ഉത്കണ്ഠാകുലമായിട്ട് ഫേസ് ചെയ്യുമ്പോഴാണ് ഇതൊരു വലിയ പരീക്ഷയായിട്ട് നമുക്ക് തോന്നുന്നത്. എക്സ്ക്യൂസ് മീ ട്രെയിൻ കണ്ടിട്ടുണ്ടോ? ട്രെയിനിൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. റെയിൽ ക്രോസ് ചെയ്തിട്ടുണ്ടോ? ട്രെയിനിന് അടുത്ത് വരുമ്പോ റെയിൽ ക്രോസ് ചെയ്തിട്ടുണ്ടോ? ട്രെയിൻ അവിടെ നിൽക്കുമ്പോ റെയിൽ ക്രോസ് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? പലപ്പോഴും അനുഭവമുള്ളവർ പറയാറുണ്ട്, കണ്ട അനുഭവമുള്ളവർ പറയാറുണ്ട്, കേട്ട അനുഭവമുള്ളവർ പറയാറുണ്ട്. അറിവ് പലതാണ്. ഒന്ന് കണ്ടറിയുക, രണ്ട് മൂന്ന് കൊണ്ടറിയുക. യെസ് ഓർ നോ? ഒന്നാമത്തെ കേട്ടറിയുക. ഈ കേട്ടറിയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഇൻഫർമേഷൻ എന്ന് പറയും. എന്താ പറയാ, ഇൻഫർമേഷൻ. ഓക്കെ. കണ്ടറിയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവേഷൻ. എന്താണ്? അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പീരിയൻസ്. എന്താണ്? പിന്നെ മൂന്നാമത്തെ അറിവാണ് ഏറ്റവും വലിയ അറിവ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മൂന്നാമത്തെ അറിവ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തത് ഒന്നാമത്തെ അറിവ് എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം കൊണ്ടറിയുമ്പോൾ ഒരല്പം വേദനയും കൂടെ ഉണ്ടാവും. ഫൈൻ. യെസ് ഓർ നോ? യെസ്. ഞാൻ ജീവിതം എന്നെ പലതും പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ പറയുന്ന ആളുടെ മുഖത്തൊരു സീരിയസ് ഭാവം ഉണ്ടാവും. സിനിമയിലൊക്കെ പറയാണ്ട് ജീവിതം എന്നെ പലതും പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ പുള്ളിയുടെ മുഖത്തൊരു ഗൗരവ ഭാവമുണ്ട്. കാരണം എന്താണ്, ഒരുപാട് കൊണ്ട് പഠിച്ചതിന്റെ വിഷമമുണ്ട്. ഫൈൻ. അപ്പൊ എന്താണ്, അതിബുദ്ധിമാൻ കേട്ടുപഠിക്കും, ബുദ്ധിമാൻ കണ്ടുപഠിക്കും, സാധാരണക്കാരൻ കൊണ്ടുപഠിക്കും. വിഡ്ഢി കൊണ്ടാലും പഠിക്കില്ല. അപ്പൊ എന്ത് ചെയ്യാ, ആദ്യം എന്ത് ചെയ്യാ, കേട്ടുപഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ എവിടുന്നാ പോയത്? ട്രെയിൻ. അപ്പൊ കണ്ടു പഠിച്ചവരും കേട്ടുപഠിച്ചവരും പറഞ്ഞ അറിവാണ്, കൊണ്ടു പഠിച്ചു പറഞ്ഞില്ല. കാരണം അവിടെ തട്ടിപ്പോയി അവർ. ഫൈൻ. ട്രെയിന് അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഏകദേശം ഇത്ര ദൂരം വന്നു കഴിഞ്ഞാൽ, റെയിൽവേ ട്രാക്കിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പ്രത്യേകത പറയാറുണ്ട്. ട്രെയിനിവിടെ അടുത്തെത്തി, അപ്പോഴേ നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാലെടുത്ത് ഈ റെയിലിന്റെ പുറത്തേക്ക് വെക്കാൻ നോക്കിയാൽ കാല് പൊങ്ങില്ല എന്ന് പലരും പറയാറുണ്ട്. ശരിയാണോ? എനിക്ക് അനുഭവജ്ഞാനമില്ല. അനുഭവജ്ഞാനം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല. അനുഭവജ്ഞാനം ഉണ്ടെങ്കിൽ നിൽക്കുമോ? ട്രെയിൻ എന്നെ കൊണ്ട് പോകണ്ടാവും. കാരണം ട്രെയിനിന്റെ സ്വഭാവമല്ലേ. പണ്ടൊരാൾ ചോദിച്ചു, പണ്ടൊരു ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, ഡാർലിംഗ്, പ്രിയതമ, താങ്കൾ എന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ ഏത് നിറത്തിലുള്ള സാരിയാണ് ഉടുത്തിരുന്നതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ വരുന്ന ട്രെയിന് നേത്രാവതിയാണോ എറണാകുളം എക്സ്പ്രസ്സാ നോക്കുവോ എന്ന് പറഞ്ഞതുപോലെ ട്രെയിനിന് മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല. അപ്പൊ മുമ്പിലെത്തിയപ്പോ
നമുക്ക് കാലെടുത്ത് പുറത്തു വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യും? അമിതമായ സംഘർഷം, അമിതമായ പ്രഷർ, അമിതമായിട്ടുള്ള ബ്ലഡ് വേരിയേഷൻ, അമിതമായ ഹോർമോണിക്കൽ ചേഞ്ചസ്, അമിതമായ അഡ്രിനാലിൻ പ്രൊഡക്ഷൻ നമ്മുടെ കാലുകളെയും നമ്മുടെ പേശികളെയും എന്ത് ചെയ്യും? ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ ട്രെയിൻ ഇവിടെ എത്തി, ഇനി മൂവ് ചെയ്യാൻ കഴിയില്ല, തിരിച്ചറിയാണ്. ആ തിരിച്ചറിവ് നമ്മുടെ കാലുകളെയും കൈകളെയും പേശികളെയും മനസ്സിനെയും ലോക്ക് ചെയ്യും. സ്വർണ്ണോ പരീക്ഷ വെളിപ്പാടകലെയാണ്. ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞാനിതാ തോക്കാൻ പോകുന്നു, ഞാനിത് എഴുതാൻ പോകുന്നു, എന്നെ ഞരമ്പിൽ കയറി ഇവിടുന്ന് സാധനം കൊണ്ട് മേലെ കയറി പോവുകയാണ്, ഓരോ ഹോർമോണും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ വിറക്കുന്നുണ്ടോ? തീരുമാനമായി കിട്ടും. ഫൈൻ. പരീക്ഷ എന്താണ്? ഒന്നുമല്ല. പരീക്ഷ എന്താണ്? ഒന്നുമല്ല. ഇസ് ഇറ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്? സൈക്കിൾ ചവിട്ടാറുണ്ട്. ബൈക്ക് ഓടിക്കാറില്ല. ഫൈൻ. എനിവേ, സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മളിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ഓവർടേക്ക് ചെയ്യാറുണ്ട്. യെസ്. ഇടയ്ക്ക് കൈവിട്ട് ചവിട്ടാറുണ്ട് അല്ലേ? കൈവിട്ട് ചവിട്ടാറുണ്ടോ? യെസ് ഉണ്ട്. ഓവർടേക്ക് ചെയ്യാറുണ്ടോ? നമ്മൾ കരുതാണെന്ത്? കൈവിട്ട് ചവിട്ടുമ്പോൾ കരുതാണ് അയ്യോ കൈവിട്ട് കഴിഞ്ഞാൽ താഴെ പോവില്ലേ, ഞാൻ വീണ് പോവില്ലേ എന്ന് കരുതി കഴിഞ്ഞാൽ കൈവിട്ട് ചവിട്ടാൻ പറ്റുമോ? ഓവർടേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു വണ്ടിയും കൂടെ കയറില്ലേ, തട്ടിപ്പോവില്ലേ എന്ന് കരുതിയാൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് വരാൻ പോകുന്നതിനെ കുറിച്ച് അമിതമായ ഉത്കണ്ഠ നമുക്ക് ആർക്കും വേണ്ട. നിങ്ങൾ ആനിമൽ പ്ലാനറ്റ് കാണാറുണ്ടോ? നാഷണൽ ജിയോഗ്രഫി കാണാറുണ്ടോ? ആനിമൽ പ്ലാനറ്റ് നാഷണൽ ജിയോഗ്രഫി കാണണം. അത് കാണുന്ന സമയത്ത് വെറുതെ സിനിമയും സീരിയലും കണ്ട് ജീവിതം തുറച്ചു കളയരുത്. ആ നേരം കൊണ്ട് ആനിമൽ പ്ലാനറ്റും നാഷണൽ ജിയോഗ്രഫിയും കാണാം. ആനിമൽ പ്ലാനറ്റും നാഷണൽ ജിയോഗ്രഫി എല്ലാം കാണുമ്പോൾ അതില് മാൻ അറിയോ? മൈ ഡിയർ ഫ്രണ്ട്സ്, ഡു യു നോ മാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കാ മലയാളം വാക്കോ? ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. രണ്ടർത്ഥമാണ്. രണ്ടർത്ഥമാണ്. ഡിയർ എന്ന് പറയും അല്ലേ? ഈ മാനിനെ കാണിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഈ മാൻ നല്ല പുൽമേടുകളിൽ നിന്ന് ഇതിന് വിശപ്പടക്കാൻ വേണ്ടി പുല്ലിങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ആ മാനിനെ മാത്രം ക്യാമറയിൽ ഇങ്ങനെ എന്ത് ചെയ്യും? ഇതുപോലെ വീഡിയോ ക്യാമറയിൽ, നാഷണൽ ജിയോഗ്രഫിയുടെ ഒക്കെ വീഡിയോ ക്യാമറയിൽ എന്ത് ചെയ്യും? ഇതുപോലത്തെ വീഡിയോ ക്യാമറ എന്ത് ചെയ്യും? അതിനെ ഒപ്പിയെടുക്കും. നമ്മുടെ സുഹൃത്തിന്റെ പേര് നമുക്കറിയില്ല. പുള്ളി ഇതുപോലെ നാഷണൽ ജിയോഗ്രഫിയുടെ ഒക്കെ ക്യാമറ പിടിക്കാൻ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. എനിവേ, ഇപ്പൊ അത് നാഷണൽ ജിയോഗ്രഫി അല്ല, ഞങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ മാനിന്റെ മൂവ്മെന്റ്സ് കവർ ചെയ്യും. ഈ മാൻ ഇങ്ങനെ പുൽമേടിൽ നിന്നുകൊണ്ട് പുല്ല് നിന്നുമ്പോ ഒരു 10-200 മീറ്റർ അപ്പുറത്തുനിന്ന് നമ്മുടെ കിങ് വരും. ആരാ കിങ്? ആര് വരും? ആ സിംഹം അല്ലേ? ഓക്കെ. ആ സിംഹം വരും. റൈറ്റ്. അപ്പൊ കാട്ടിലെ രാജാവ് വളരെ ദൂരെ നിന്ന് കാട്ടിലെ രാജാവ് വളരെ ദൂരെ നിന്ന് ഒരു 200 മീറ്റർ അപ്പുറത്തൊക്കെ എന്ത് ചെയ്യും? തല പൊക്കി ഇങ്ങനെ നോക്കും. ആ ഒറ്റക്കൊരാൾ നിന്നുണ്ട്, പുല്ല് നിന്നുണ്ട്. ഇവനാണ് ഇന്നത്തെ ഫുഡ് അല്ലേ? അപ്പൊ സിംഹം തീരുമാനിച്ചു. അങ്ങനെ സിംഹം എന്ത് ചെയ്യും? ആദ്യം മമ്മൂട്ടി വരുന്ന പോലെ സ്ലോ മോഷൻ എന്ത് ചെയ്യും? ഇങ്ങനെ വരും. ഫൈൻ. കാരണം ഒരു ഭാഗത്ത് ശരിയില്ല സിംഹം, ഒരു ഭാഗത്ത് ശരിയാണെങ്കിൽ മോഹൻലാലാവും. ഫൈൻ. ഓക്കെ. അപ്പൊ എനിവേ, മമ്മൂട്ടി വരുന്ന പോലെ സിംഹം സ്ലോ മോഷനിൽ വരും. അങ്ങനെ സിംഹം അവിടെ നിന്ന് വരുമ്പോ ഈ മാൻ ഇത് കാണുന്നുണ്ട്. മാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണുന്നുണ്ട്. മാൻ എന്ത് ചെയ്യും? ഈ പുല്ല് നിന്നുമ്പോ എന്ത് ചെയ്യും? ഇടയ്ക്ക് എന്ത് ചെയ്യും? തലനെ വെട്ടും. നോക്കുകയും ചെയ്യും, പുല്ല് നിന്നുകയും ചെയ്യും. ഓക്കെ. സിംഹം വരുന്നെന്ന് കരുതി മാന പുല്ല് നിന്ന് നിർത്തി ഓടുന്നില്ല. അങ്ങനെ പുല്ല് നിന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ സിംഹം ഏകദേശം ഒരു 10-15 മീറ്റർ അപ്പുറത്തുമ്പോ പുള്ളി ഓടും. പുള്ളി ഓടാൻ തുടങ്ങിയാലേ സിംഹം ചെയ്യുള്ളൂ, ഓടാൻ തുടങ്ങുള്ളൂ. ഇതൊരു പ്രപഞ്ച നിയമമാണ്. മാനിന് അറിയാം ആ ദൂരെ നിന്ന് വരുന്ന പുള്ളി എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതാണ് എന്ന് അറിഞ്ഞിട്ട്, പക്ഷെ മാൻ എന്ത് ചെയ്യുന്നില്ല? ഓടി ഒളിക്കുന്നൊന്നുമില്ല. കാരണം അങ്ങനെ ഓടുകയാണെങ്കിൽ മാനിന് കാട്ടിൽ പുല്ല് തിന്നാൻ പറ്റില്ല. ഫൈൻ. അപ്പൊ മാനിനറിയാം എപ്പോ ഓടണമെന്ന്, മാനിനറിയാം എവിടുന്ന് ഓടണമെന്ന്, മാനിനറിയാം എങ്ങനെ ഓടണമെന്ന്. പക്ഷെ മാൻ ഒരിക്കലും ആ പുല്ല് നിന്ന പണി നിർത്തുന്നില്ല, അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെന്താണ്? സമയമാവുമ്പോൾ മാത്രം മാൻ ഓടി ഒളിക്കുകയാണ്. റൈറ്റ്? ഹലോ, യെസ് ഓർ നോ? അപ്പൊ ഞാൻ പറയുന്നത്, പരീക്ഷയെ ഒരു പരിധിക്കപ്പുറം പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുക എന്ന ആ പുല്ല് നിന്ന് പോകും. ഫൈൻ. യെസ് ഓർ നോ? പരീക്ഷയെ അമിതമായി പേടിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കുക എന്നുള്ള ആ പുല്ല് തീറ്റ നിന്ന് പോകും. പരീക്ഷയെ ഒരു പരിധിക്കപ്പുറം ഭയപ്പെടാതെ പരീക്ഷകന് വരുമ്പോൾ നോക്കുക. വരുന്നുണ്ട്, റെഡി ആവുക, പുല്ല് നിന്ന് എനർജി കൂട്ടുക, പഠിച്ച് എനർജി കൂട്ടുക. അങ്ങനെ പരീക്ഷ ഏകദേശം അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പരീക്ഷ ഹാളിലേക്ക് ഓടി കയറി പെർഫോം ചെയ്യാം. യെസ് ഓർ നോ? യെസ്. പരീക്ഷ ഭയപ്പെടണ്ട. പരീക്ഷ നമ്മളെ പരാജയപ്പെടുത്താനുള്ളതല്ല, പരീക്ഷ നമ്മളെ വിജയിക്കണം. പരീക്ഷാ പേപ്പർ നോക്കുന്ന ഒരു അധ്യാപകനും നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കില്ല. ആത്മാർത്ഥമായി പറയാണ്, പരീക്ഷാ പേപ്പർ നോക്കുന്ന ഒരു അധ്യാപകനും നിങ്ങളെ തോൽപ്പിക്കാനുള്ള
മനസ്സില്ല. പരീക്ഷാ പേപ്പർ നോക്കുന്ന 99.9 അധ്യാപകരും എങ്ങനെ ഈ വിദ്യാർത്ഥിയെ പാസ്സാക്കി വിടാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾ അതിന് പേടിക്കണ്ട. പക്ഷേ പാസ്സാക്കി വിടാനുള്ള വകുപ്പ് ആ പേപ്പറിൽ ഉണ്ടാവണം. അത് നിങ്ങളുടെ ഡ്യൂട്ടി, പാസ്സാക്കല് അവരുടെ ഡ്യൂട്ടി. ഫൈൻ? യെസ് ഓർ നോ? യെസ്. ഇന്ന് മുതൽ എന്ത് ചെയ്യുക? അത്തരം ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുക. ഐ ആം റൈറ്റ്? ഹലോ ഹലോ ഹലോ. യെസ്. സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ അഭിമാനിക്കാറുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ദിവസം ഓഗസ്റ്റ് 15 വരുമ്പോൾ അഭിമാനിക്കാറുണ്ടോ? സാരേ ജഹാം സെ അച്ഛ എന്ന് പറയുന്ന ഇന്ത്യയുടെ വളരെ മനോഹരമായിട്ടുള്ള ദേശഭക്തി ഗാനം കേൾക്കുമ്പോൾ അഭിമാനിക്കാറുണ്ടോ? യെസ് ഓർ നോ? വളരെ അറ്റൻഷൻ പൊസിഷനിൽ അസംബ്ലി നിൽക്കുമ്പോൾ ആ സാരേ ജഹാം സെ അച്ഛ എന്ന് പറയുന്ന അതിമനോഹരമായുള്ള ഗാനം നിങ്ങൾ കേൾക്കുമ്പോൾ ആനന്ദിക്കാറുണ്ടോ? ഇവിടെ ഈ പരിപാടിക്ക് ശേഷം ഒരുപാട് നല്ല പാട്ടുകാരുണ്ട്. ഉദയനെ പോലത്തെ, എനിക്കറിയാവുന്ന ഉദയകുമാറിനെ പോലത്തെ ഒരുപാട് നല്ല പാട്ടുകാരുണ്ട്. അത്തരം നല്ല ശബ്ദത്തിൽ സാരേ ജഹാം സെ അച്ഛ എന്ന് പറയുന്ന സാരേ ജഹാം സെ അച്ഛ എന്ന് പറയുന്ന മനോഹരമായ ദേശഭക്തി ഗാനം കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാറുണ്ട്? ആവേശം വരാറുണ്ട്. എനിക്ക് എന്ത് ചെയ്യാറുണ്ട്? നല്ല ബ്ലഡ് സർക്കുലേഷൻ വരാറുണ്ട്. സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യ സമരവും എന്നും ആവേശമാണ്. സംശയമുണ്ടോ? സ്വർണ്ണോ? അപ്പോ സ്വാതന്ത്ര്യ സമരം ആവേശമാണ് അല്ലെ? പഴശ്ശിരാജ കണ്ടിട്ടുണ്ടോ? പഴശ്ശിരാജ കണ്ടിട്ടുണ്ടോ? പഴശ്ശിരാജ മരിച്ചു വർഷങ്ങളായി. വേണ്ട, പഴശ്ശിരാജ എന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഒരു സിനിമയാക്കി അടുത്ത കാലത്ത് ഒരുപാട് ക്യാഷ് ഇറക്കി കേരളത്തിലെ ലോകത്ത് ഒട്ടുക്കും റിലീസ് ചെയ്തു. ആ സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമ കണ്ടപ്പോ എന്ത് തോന്നി? വല്ലതും തോന്നിയോ? കാശ് പോയോ? ഓക്കെ, എനിവേ, ആ സിനിമ കണ്ടപ്പോ നമുക്ക് ആവേശം വന്നു, ഇംഗ്ലീഷുകാരുടെ ദേഷ്യം വന്നു, ഇത്രയും സഹിച്ചു എന്ന് തോന്നി അല്ലേ? ഐ ആം റൈറ്റ്? യെസ് ഓർ നോ? യെസ്. അപ്പൊ സ്വാതന്ത്ര്യ സമരം സുന്ദരമാണ്, സ്വാതന്ത്ര്യം ആവേശകരമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് പേര് കഠിനാധ്വാനം ഉണ്ട്. ആ കഠിനാധ്വാനത്തിലൂടെ നേടിയ സ്വാതന്ത്ര്യമാണ് ഏറ്റവും സുന്ദരം. ഐ ആം റൈറ്റ്? യെസ് ഓർ നോ? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പ്ലീസ്, കുട്ടികൾ മാത്രം, രക്ഷിതാക്കളോട് ഇരിക്കുക, കുട്ടികൾ മാത്രം എഴുന്നേൽക്കുക. പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. എക്സ്ക്യൂസ് മീ, നോക്കുക, ഇങ്ങോട്ട് നോക്കുക. ഇതെന്താണ്? ഇത് കറക്റ്റ് പറയൂ. ഇത് എന്ത് വെള്ളമാണ്? പച്ചവെള്ളമാണ്. ഗ്ലാസ് നിറയുണ്ടോ? പിന്നെന്താണ്? ഗ്ലാസിന്റെ പകുതിയാണുള്ളത്. ആണോ? യെസ് ഓർ നോ? ഗ്ലാസിന്റെ പകുതിയാണുള്ളത്. വീണ്ടും നിറക്കട്ടെ? ഞാൻ നോക്കി കേട്ടോ, നിറയ്ക്കാൻ പോവാണ്. ഇപ്പൊ എന്താ ഉള്ളത്? ഫുള്ളാണോ? യെസ് ഓർ നോ? വീണ്ടും ശ്രദ്ധിക്കുക. വീണ്ടും ഞാൻ നിറയ്ക്കാൻ പോവാണ്. നിറഞ്ഞോ? ഇനി ഈ ഗ്ലാസ്സിലേക്ക് നിറയ്ക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? പറ്റുമോ? നോക്കാലോ. വീണ്ടും നടക്കാൻ പറ്റി. ഇനി ആണല്ലോ, കാണാമല്ലോ, പറയിലേക്ക് കാണാം. യെസ്. ഈ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിൽ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ചു, അത് പുറത്തേക്ക് പോയി. ഫൈൻ. യെസ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ വെള്ളം വീണ്ടും വറ്റിക്കുകയാണ്. വീണ്ടും വെള്ളം വറ്റി. ഇതിന്നൊരു പാഠം പഠിക്കാണ്ട്, വെറുതെ വെള്ളം കുടിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഇതിന് പാഠം പഠിക്കാണ്ട്. ഓക്കെ, എന്താ പാഠം എന്നറിയോ? ഒരു നിറഞ്ഞ ഗ്ലാസ്സിലേക്ക് വീണ്ടും വെള്ളം ഒഴിക്കാൻ പറ്റില്ല. ഒരു നിറഞ്ഞ ഗ്ലാസ് പിന്നെ കൂടുതൽ വെള്ളം കണ്ടെയ്ൻ ചെയ്യില്ല, ഉൾക്കൊള്ളില്ല. മനസ്സിൽ എനിക്കറിയാം, എനിക്കിത് മതി, ഇത്രയൊക്കെ ആയി, ധാരാളം ഉണ്ട്, എനിക്ക് അറിവുണ്ട് എന്നൊരു ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലേക്ക് പുതിയ ഐഡിയാസ് എന്തില്ല, കയറില്ല. ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി നിറക്കുക, ഒഴിക്കുക. ഫിൽ ആൻഡ് മേക്ക് എംപ്റ്റി. മേക്ക് എംപ്റ്റി. ഇതാണ് ക്വാളിറ്റി. പണ്ടൊരാള് ഒരു ബിസിനസ്സുകാരൻ, ചൈനയിലെ ഒരു ബിസിനസ്സുകാരൻ ബീജിംഗിൽ നിന്ന് ഒരു സന്യാസി കാണാൻ പോയി. ആരെ കാണാൻ പോയി? ബീജിംഗിൽ നിന്ന് ഒരു സന്യാസിയെ കാണാൻ വേണ്ടി ഒരു ഉൾക്കാട്ടിലേക്ക് പോയി. ഒരു ഉൾക്കാട്ടിലേക്ക് സന്യാസിയെ കാണാൻ വേണ്ടി ഒരാള് പോയി. എന്തിനാ പോയെന്നറിയോ? പുതിയ ബിസിനസ് ഐഡിയാസ് ഒക്കെ പഠിക്കാനാണ്. ഓക്കെ, പുതിയ ബിസിനസ് ഐഡിയാസ് ഒക്കെ പഠിക്കാൻ വേണ്ടി അറിയപ്പെട്ട ഒരു മഹാനായ ഗുരുവിനെ തേടിപ്പോയി. ആരെ തേടിപ്പോയി?
എന്താ ഗുരു എന്ന് പറഞ്ഞാൽ? ഗുരു എന്ന് പറഞ്ഞാൽ വിദ്യ പകർന്ന് തരുന്നതാണ്. അതായത് ഇരുട്ടിനെ അകറ്റുന്നവനാണ് ഗുരു. ഗുരുവിനെ തേടിപ്പോയി ഒരു ഉൾക്കാട്ടിലെ ഒരു അറിയപ്പെട്ട ഗുരു തേടിപ്പോയി. അവിടെ പോയി കാട്ടിലെത്തി ഒരുപാട് യാത്ര ചെയ്ത് അന്വേഷിച്ച് എവിടെയോ തപസ്സൊക്കെ ചെയ്യുന്ന ഈ ഗുരുവിന്റെ സന്നിധിയിലെത്തി. അങ്ങനെ ആളോട് പറഞ്ഞു, സർ, പോയി കണ്ടു, മുട്ടി സംസാരിച്ചപ്പോ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ഇന്നാലിന ആളാണ്, എന്റെ പേര് ഷാ ഷൂഷി, വരുന്നത് ബീജിംഗിൽ നിന്നാണ്. ഓക്കെ, എന്റെ പണി ഇതാണ്, എനിക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ട്, ഞാൻ കോടിക്കണക്കിന് വിറ്റുവരവുള്ള കമ്പനിയുടെ MD ആണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്ന് ചോദിച്ചു. ഒരുപാട് നേരം സംസാരിച്ചു. അയാളെ തന്നെ പൊക്കി സംസാരം കഴിഞ്ഞതിന് ശേഷം ഗുരു ചോദിച്ചു, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞത്, എനിക്ക് എൻ്റെ ബിസിനസ് ഇനി മെച്ചപ്പെടുത്തണം, ഒരുപാട് പുതിയ ഐഡിയാസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇപ്പൊ നിങ്ങൾ പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? തിരിച്ച് ബീജിംഗിലേക്ക് പോയി. കൃത്യം ഒരു കൊല്ലം കഴിഞ്ഞ് പുള്ളി കാട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരു കൊല്ലം, കാരണം ഒരുപാട് ദൂരം താണ്ടി വന്നാണ്. തിരിച്ചുപോയി, ഒരൊറ്റ കൊല്ലം കഴിഞ്ഞ് എന്ത് ചെയ്തു? തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും നമ്മുടെ ഗുരു ഒരു മാറ്റമില്ല, ഗുരുവിന്റെ താടി അല്പം കൂടെ നിറച്ചിട്ടുണ്ട്, നീളം കൂടിയിട്ടുണ്ട്, അയാൾ കാട്ടിൽ തന്നെയാണ്. അങ്ങനെ ഈ ബിസിനസ്സുകാരൻ വന്ന് ഗുരുവിന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിച്ച് പറഞ്ഞു, ഗുരു ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ലല്ലോ. ഗുരു, ഒരു കൊല്ലം മുമ്പ് ഞാൻ അവിടെ വന്നിരുന്നു, ഒരു കൊല്ലം മുമ്പ് പലരും വന്നിരുന്നു, നിങ്ങൾ ആരാണ് പരിചയപ്പെടുത്തുന്നു പറഞ്ഞു. ഉടനെ അയാൾ പറഞ്ഞത്, സർ, ഞാൻ ഷൂഷു, വരുന്നത് ബീജിംഗിൽ നിന്നാണ്, എനിക്ക് അവിടെ കമ്പനി ഉണ്ട്, ഇവിടെ കമ്പനി ഉണ്ട്, എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്, അത് ഇത് ഒരുപാട് എക്സ്പ്ലനേഷൻ. വീണ്ടും ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, കൃത്യം ഒരു കൊല്ലം കഴിഞ്ഞിട്ട്, എനിക്കിപ്പോ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല, ഒരു കൊല്ലം കഴിഞ്ഞ് വേണമെന്ന്. ദേഷ്യം പിടിച്ചു, പുറത്ത് കാണിച്ചില്ല. അയാൾ പറഞ്ഞത്, ഓക്കെ, ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യാം, വരാം. അയാൾ ഒരുപാട് യാത്ര ചെയ്ത് വീണ്ടും നാട്ടിൽ വന്നു. ഒരു കൊല്ലം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ വീണ്ടും ഗുരു എന്ത് ചെയ്തു? ഒരുപാട് പ്രായമൊക്കെ ആയിട്ടുണ്ട്. ഗുരു ചോദിച്ചു, ആരാ? അയാൾ പറഞ്ഞു, ഞാൻ ഷീഷുഷു from Beijing. I'm running business, exporting, importing, and right now I'm a businessman in Chennai and China and everywhere of the world. എന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി. പറഞ്ഞത്, എന്താ കാര്യം എന്ന് ചോദിച്ചു. എനിക്ക് ബിസിനസ് ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ 2 കൊല്ലം ഇവിടെ മാറി വന്നു. ഓക്കെ, ഒരു കാര്യം ചെയ്യും, അടുത്ത വർഷം വരാൻ പറഞ്ഞു. ഇയാൾ വീണ്ടും തിരിച്ചുപോയി. ഒരു കൊല്ലം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ചൈനീസ് ഗുരു പറഞ്ഞു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഉടനെ ഇയാൾ പറഞ്ഞു, ഞാൻ ആരുമല്ല, ഞാൻ സാധാരണക്കാരൻ. ആരാ ഞാൻ ആരുമല്ല, ഞാനൊരു സാധാരണക്കാരൻ, ഒരു മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ, ഒന്നുമല്ലാത്ത മനുഷ്യൻ. ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല, ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്. താങ്കൾക്ക് എനിക്കൊരു പുതിയ പാഠം പറഞ്ഞു തരാൻ പറ്റുമോ? യെസ്, ദിസ് ഈസ് ദ റൈറ്റ് ടൈം, ഐ വിൽ ടീച്ച് യു. എപ്പോഴും തിരിച്ചറിയാം നമ്മളെന്താണ്, നമ്മൾ ആരുടെ മകനാണോ, ഏത് തറവാട്ട് ജനിച്ചു എന്നുള്ളതാണോ, ഏത് നാട്ടുകാരനെന്നുള്ളതൊക്കെ എന്താണ്, വെറുതെയാണ്. ഇപ്പം നിങ്ങൾ വെറും ഒരു സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ ഫാദർ കോടികൾ വാരുന്ന ആളാണെന്നുള്ളതൊന്നും നമ്മുടെ മുമ്പിൽ അജണ്ടയല്ല. ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥി മാത്രമാണ്. ഇപ്പോൾ ഞാൻ നല്ല ഭംഗിയുള്ള ആളാണ്, ഞാൻ നല്ല വെളുവിളാന്നിരിക്കുന്ന പെൺകുട്ടിയാണ്, ഞാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ആരെങ്കിലും കൊത്തി അങ്ങോട്ട് കൊണ്ടുപോകും. ഐ ആം റൈറ്റ്? യെസ്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഫാദർ ഗൾഫിലാണ്, പുള്ളിക്ക് അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വിസ എടുത്ത് കൊണ്ടുപോകും. ആ കാലം കഴിഞ്ഞു കേട്ടോ, ആ കാലം കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങൾ എന്താണ് എന്നുള്ളതല്ല, ഇപ്പൊ നിങ്ങൾ വിദ്യാർത്ഥി മാത്രമാണെന്ന് എന്ത് ചെയ്യുക, തിരിച്ചറിയാം. എന്നിട്ട് എന്ത് ചെയ്യുക, പരമാവധി അറിവ് നേടുക. ഈ പരമാവധി അറിവ് നേടാൻ വേണ്ടി പരമാവധി പ്രവർത്തിക്കുക, പ്രയത്നിക്കുക. നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളെ തന്നെ. Are you fine? Can you do it? Yes or no? Yes or no? Yes. അപ്പൊ എന്ത് ചെയ്യുക, എപ്പോഴും പാത്രം കാലിയാക്കുക. നല്ല മനോഭാവത്തോടെ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക. ഇപ്പൊ നമ്മളെല്ലാം എന്താണ്, വളരെയധികം അനുഗ്രഹീതരാണ്. ഞാനും നിങ്ങളും എല്ലാം അനുഗ്രഹീതരാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ട് എന്തുകൊണ്ടും സമ്പന്നമാണ്. പണ്ടെല്ലാം നമ്മൾ ഓരോ പാരന്റ്സിനോട് ചോദിക്കുകയാണെങ്കിൽ, പേരെന്താണ് സാറിന്റെ, പേരെന്താണ്? മൊയ്തീൻകുട്ടി, വീട് കളിയാട്ടുമുക്ക്. കുറച്ച് പിറകോട്ട് പോവുകയാണെങ്കിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അന്ന് ആ കളിയാട്ടുമുക്ക് എന്നുള്ള കുട്ടികളെ എവിടെയായിരുന്നു പഠിക്കാൻ പോയിരുന്നത്? എവിടെ? കളിയാട്ടുമുക്കനാണ്. ആലഞ്ചോട് സ്കൂൾ അന്നും ഉണ്ട്.